നിപ സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു. തിരുവാലി പഞ്ചായത്തിലെ നടുവത്തും സമീപ വാർഡുകളിലും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അരവിന്ദൻ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരവിന്ദൻ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥി മരിച്ച റൂട്ട് മാപ്പ് അടക്കം പ്രസിദ്ധീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന നബിദിന ഘോഷയാത്രയടക്കം അവിടുത്തെ ഈ ഒരു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ ബാധിക്കുമോ? സ്വപ്ന, തീർച്ചയായും മലപ്പുറം ജില്ലയിലെ തിരുവാലിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഇന്നലത്തെ തിരുവോണാഘോഷ പരിപാടികൾ കഴിഞ്ഞതോടുകൂടി നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. ഇന്നു മുതൽ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും തൊട്ടടുത്ത് കിടക്കുന്ന മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ നബിദിന ഘോഷയാത്രകൾ ഇവിടെ തിരുവാലി പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് സൗകര്യപൂർവ്വം പിന്നീട് നടത്തുകയോ അല്ലെങ്കിൽ ഇത്തവണ നടത്താതിരിക്കുകയോ ചെയ്യണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ഇത് മതസംഘടനകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നബിദിന റാലി ഇവിടെ ഉണ്ടാവില്ല. ഒപ്പം തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവാലി പഞ്ചായത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കടകൾക്കുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന യോഗം അവലോകനം ചെയ്തതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ വിദഗ്ധ സംഘം തിരുവാലിയിലേക്ക് എത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തിരുവാലിയിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇവിടെ നടത്തും. ഇന്നു മുതൽ പനി സർവേ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിക്കും. പനി ഉള്ള ആളുകളെ കണ്ടെത്തുക, അതിൽ നിന്ന് പ്രത്യേക രോഗലക്ഷണങ്ങളുള്ളവരെ വേർതിരിച്ചെടുക്കുക, ഇവരെ ക്രമം പരിശോധനയ്ക്ക് അയക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം 5 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിയുള്ള ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. 151 പേരാണ് ഇപ്പോൾ സമ്പർക്ക ലിസ്റ്റിലുള്ളത്. ഈ ലിസ്റ്റ് ഇന്ന് കൂടുതൽ വിപുലീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മരിച്ച വ്യക്തി സഞ്ചരിച്ച റൂട്ട് മാപ്പ് ഇന്നത്തോടുകൂടി തയ്യാറാകും. അപ്പോൾ കൂടുതൽ പേർ സമ്പർക്ക ലിസ്റ്റിൽ വരുമെന്നാണ് കരുതുന്നത്. അവരെ കൂടി നിരീക്ഷണത്തിലാക്കും. ഏതായാലും കർശന നിയന്ത്രണങ്ങളുമായാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. സ്വപ്ന, തീർച്ചയായും വീണ്ടും ഒരു നിപ മരണം കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ റൂട്ട് മാപ്പ് അടക്കം ആരോഗ്യവകുപ്പ് പുറത്തുവിടും. എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.